നമസ്കാരം. ദുബായ് നോർത്തേൺ എമിറേറ്റ്സിലുള്ള നിർഭാഗ്യവശാൽ അവിടെ വെച്ച് മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതശരീരവുമായി ബന്ധപ്പെട്ട ശവന്തീനികളുടെ കഥകൾ നമ്മൾ കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായി ഇവിടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർക്കഥ വീണ്ടും തുടരുകയാണ്. ഒരു പ്രവാസി മരണമടഞ്ഞപ്പോൾ ആ മൃതശരീരം കൊണ്ടുവരാനായി ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്നറിയപ്പെടുന്ന വ്യക്തികൾ കൂട്ടമായി സഹകരിച്ച് പ്രവർത്തിച്ചു. മൃതശരീരം നാട്ടിലെത്തി. മാക്സിമം ദുബായ് നോർത്തേൺ എമിറേറ്റ്സിൽ മാക്സിമം വരാവുന്ന ചെലവ് 5400-ലധികം. ഓക്കെ, ടാക്സി ഫെയർ വാങ്ങിക്കുക 200 ദിർഹംസ്, 5500 5600 നിങ്ങൾ വാങ്ങിക്കുക, തെറ്റില്ല. ഇത് 7000 ദിർഹംസ് വാങ്ങിയൊരു കഥയാണ്. ഡയറക്റ്റ് ആ മൃതശരീരം അവിടെ നിന്ന് ഇവിടെ എത്തിക്കാനായി ഈ ബ്രാൻഡ് അംബാസഡർ കൂടെ സഹകരിച്ച വ്യക്തി അജ്മാനിലുള്ള ഒരു വ്യവസായിയും കൂടിയാണ്, ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഈ വിഷയം പുറത്തു വന്നത്. എല്ലാ രേഖകളും ഞാനിവിടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു മൃതശരീരത്തിൽ നിന്ന് 5400 പകരം 7000 വാങ്ങിയാൽ എത്ര അവർക്ക് കിട്ടുന്ന ലാഭം? 1600-ഓളം ദിർഹംസ് ഇതേ കേസിൽ കിട്ടി. ഇതും വ്യക്തിപരമായി അറിയുന്ന കേസ്. ഇപ്പൊ പലരോടും 8000, 9000, 10 വാങ്ങിയ കഥകളൊക്കെ ഉണ്ട്. 4-5 മൃതശരീരം മലബാർ പ്രദേശത്തേക്ക് കൊടുത്തയക്കുന്നു, അയക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. അതുപോലെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യക്ക് പുറത്തും ഇങ്ങനെ നിരവധി മൃതശരീരങ്ങൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായിട്ടൊരു കമ്പനി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്, ഈവന്റ് എന്ന് പറഞ്ഞ കമ്പനി. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി മകനും ഇപ്പോൾ സഹായത്തിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ശവന്തീനികളെ അഥവാ ശവന്തീനിയെ നിലക്ക് നിർത്താൻ പ്രവാസി സമൂഹവും ഗൾഫിലെ സാമൂഹ്യ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾക്ക്, ഒരു സാമൂഹ്യ വിപത്തിന് തന്നെ കാരണമാവും. വലിയൊരു സാമൂഹ്യ വിപത്തായി അത് തീരും. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഈവന്റ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കച്ചവടമാക്കി നടത്താം. ഇതിന്റെ കൂലിയായ 5400 ദിർഹംസ് വാങ്ങിക്കുക, വേണമെങ്കിൽ 1000 ദിർഹം സർവീസ് ചാർജ് എഴുതി ബില്ല് കൊടുക്കണം. ഇത് അങ്ങനൊന്നും ചെയ്യാണ്ട് സാമൂഹ്യ പ്രവർത്തകനാണെന്ന് കള്ളക്കുപ്പായ ഇട്ടിട്ട് മുഖം മൂടി അണിഞ്ഞ് ഇങ്ങനെ ബാക്ക് ഡോർ കൂടെ പണം തട്ടുന്ന ഗുണ്ടാപിരിവ് നിർത്താൻ ഈ സെലിബ്രിറ്റിയും കൂട്ടാളികളും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ മോശമാണ്. നിങ്ങളാണ് യഥാർത്ഥ ശവന്തീനികൾ. പാവപ്പെട്ട പ്രവാസിക്ക് എന്തറിയും? അത് മാത്രമല്ല, ഈ മൃതശരീരം പോലും നാട്ടിലെത്തിക്കാൻ, ഈ മുഹമ്മദ് പൂക്കാട്ട് അബ്ദുറഹിമാന്റെ മൃതശരീരം പോലും നാട്ടിലെത്തിക്കാൻ എല്ലാ നടപടിക്രമങ്ങളും അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെയാണ് തീർത്തത്. ഇതാ ഇതിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, അവരുടെ മകളിത് അവിടെ ഉണ്ട്, സ്ക്രീനിൽ വരുന്നില്ല എന്നുള്ളൂ, ഇവർ തന്നെ തീർത്തത്. ലാസ്റ്റ് എംബാമിങ് സെന്ററിൽ പോയിട്ട് ഒരു സെൽഫി എടുക്കല്, ഒരു സീലടിക്കല്, ഒരു സ്റ്റിക്കർ അടിക്കല്, ഒരു ഇല്ലാത്ത വലിയൊരു കഥ എഴുതി ചേർക്കും. അതിനെല്ലാം സ്റ്റാഫുണ്ട് അദ്ദേഹത്തിന്. പരേതൻ മരണപ്പെട്ടു, പരേതൻ ഒരു നാടിന്റെ നൊമ്പരമായിരുന്നു, അങ്ങനെ പറഞ്ഞ് വലിയ കഥ എഴുതും അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പ് സംഘം ശവന്തീനികളെ കരുതിയിരിക്കുക. കൊയിലാണ്ടിക്കാരായാലും വേണ്ടില്ല, താമരശ്ശേരിക്കാരനായാലും വേണ്ടില്ല, വടനാപ്പള്ളിക്കാരനായാലും വേണ്ടില്ല, പാപ്പനശ്ശേരിക്കാരനായാലും വേണ്ടില്ല, എല്ലാ കള്ളന്മാരെയും ഒറ്റപ്പെടുത്താൻ പ്രവാസി സമൂഹവും സംഘടനയും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മുഹമ്മദ് പൂക്കാട്ട് എന്ന് പറഞ്ഞ ആളെ മൃതശരീരം, നിങ്ങളെ ഭാര്യന്റെ പിതാവ് ഒക്കെ മൃതശരീരം കൊണ്ടുവരുന്നതിന്റെ എല്ലാ നടപടിക്രമങ്ങളും CID, പോലീസ്, ഫോറൻസിക് ഉള്ളത് ആരാണ് തീർത്തത്? നിങ്ങൾ തന്നെ തീർത്തത്. ലാസ്റ്റ് ഇതിന്റെ ഏജന്റ് എന്താ ചെയ്തത്? ഇയാള് പിന്നെ എംബസി കാര്യങ്ങൾ പേപ്പറെല്ലാം അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് എന്റെ വൈഫിന്റെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി എംബസിയിലേക്ക് വിളിപ്പിച്ചു. പിന്നെ അവിടെ എംബാമിംഗ് സെന്ററിൽ വന്ന് ഒരു സെൽഫി എടുക്കലും നാടകം അത് തന്നെ അല്ലേ? ഇതാണ് കഥ. ഇതാ വിക്ടിമാണ് പറയുന്നത്, ഞാനല്ല, KM ബഷീർ അല്ല പറയുന്നത്. വളരെ വ്യക്തമായി പറയുന്നു, ഇത്തരം ശവന്തീനികളെ ഒറ്റപ്പെടുത്തുക. ഇവർക്കെതിരെ നിയമ നടപടിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വരിക. അത് ഇന്ത്യൻ പ്രവാസികൾ, നമ്മുടെ നാടിന് വിദേശ നാണയം നേടിത്തരുന്ന പ്രവാസികളുടെ മരണത്തിൽ പോലും അവരുടെ രക്തം പിഴിയുന്ന ഇത്തരം
കഴുകന്മാരെ ഒറ്റപ്പെടുത്താൻ, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റിനും സാധ്യത തേടണം. കാരണം ഇന്ത്യൻ പൗരനാണ് വിദേശത്ത് പോയി ഇത്ര തട്ടിപ്പ് നടത്തുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു.